എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണസിരാ കേന്ദ്രം പിടിച്ചടക്കി കുടിൽ കെട്ടി സമരം നടത്തുന്നതിന് പിന്നിൽ തീവ്രവാദ നക്സൽ മാവോയിസ്റ്റ് ബന്ധമുള്ള ആളുകളാണെന്നത് വ്യക്തമാക്കപ്പെടുകയാണ്. ഇന്നലെ കാലത്ത് കളമശ്ശേരിയിലെ ഒരു റെസ്റ്റോറന്റിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ബോബി എന്നയാളെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല ഏർപ്പെടുത്തുവാൻ ധാരണയായത്. സീറോ മലബാർ സഭയുടെ അസംബ്ലിയിൽ കടന്നുകൂടി കലാപമുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയുമാണ് അദ്ദേഹമെന്നാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയാൻ സാധിച്ചത്. കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തെ അപമാനിക്കുവാൻ മുൻപും ഇത്തരം തീവ്രവാദ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. സഭയുടെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും അപമാനിക്കുവാൻ അന്ന് മുന്നിട്ടിറങ്ങിയ ശക്തികളിലെ പ്രധാനികളുമായിട്ടുമാണ് ഇന്നലെ കളമശ്ശേരിയിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ബോബി നക്സൽ ബന്ധങ്ങളുണ്ടെന്ന് പൊതുമണ്ഡലത്തിൽ അവകാശപ്പെടുന്ന ജോസഫ് വർഗീസ് ഇലഞ്ഞിക്കൽ എന്ന ജോജു ഇലഞ്ഞിക്കൽ എന്ന നക്സലായ ബിസിനസ്സുകാരന്റെ TCM ലിമിറ്റഡ് സ്ഥാപനത്തിലെ ഡയറക്ടർ കൂടിയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി എത്തിയ ബോബി ജോൺ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്നു എന്ന് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവിന്റെയും മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവിന്റെയും അടുപ്പക്കാരൻ കൂടിയാണ്. ഇവരുടെ പിന്തുണയോടുകൂടിയാണ് സീറോ മലബാർ സഭയുടെ പാലായിൽ നടന്ന അസംബ്ലിയിൽ പങ്കെടുക്കുവാനുള്ള പ്രതിനിധിയായി നക്സൽ ബന്ധമുള്ള ബോബി ജോൺ എത്തിയത്. കളമശ്ശേരിയിലെ റെസ്റ്റോറന്റിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷം എറണാകുളം സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളുമായിട്ടുള്ള ഇടപാടുകൾക്ക് ഇടനിലക്കാരനായിരുന്ന താമരശ്ശേരി രൂപതയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഫാദർ പുതിയ പറമ്പിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൊതുമണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. കളമശ്ശേരിയിൽ സെന്റ് ജോസഫ് സോഷ്യൽ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്റ്റലിലാണ് കഴിഞ്ഞ കുറെ മാസമായി ഫാദർ അജി പുതിയാമ്പറമ്പിൽ എന്ന മുൻ വൈദികൻ താമസിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ ഏതാനും മാസങ്ങൾക്കിടയിൽ 2 പ്രാവശ്യം മാവോയിസ്റ്റ് തീവ്രവാദികളെ തപ്പി ATS റെയ്ഡ് നടത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഈ ഹോസ്റ്റലിൽ നിന്നും സംശയകരമായ സാഹചര്യത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നക്സൽ തീവ്രവാദ ബന്ധങ്ങളും സംശയകരമായ സാമ്പത്തിക ഇടപാടുകളുമുള്ള TCM ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ബോബി ജോൺ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല നിർവഹിക്കുമ്പോൾ തീവ്രവാദ സാമ്പത്തിക ഇടപാടുകൾ ഈ സമരത്തിലേക്ക് എത്തിക്കുവാനുള്ള ചാനലായി മാറുകയാണ്. കേരളത്തിലെ മലബാർ ജില്ല കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ മാവോയിസ്റ്റ് നക്സൽ ബന്ധങ്ങളുടെ എറണാകുളത്തേക്കുള്ള ഇടനിലക്കാരനായ അജി പുതിയാമ്പറമ്പിലിന്റെ സാന്നിധ്യവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം പിടിച്ചടക്കിയുള്ള സമരത്തിന്റെ പിന്നിലെ തീവ്രവാദ ശക്തികളുടെ ഇടപെടലിലെ നേർസാക്ഷ്യമാണ്. സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വിവിധ രൂപതകളിലെ മെത്രാന്മാരായ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവും മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവും ഇതിന് നേതൃത്വം നൽകുന്നവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതും ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്.